ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങോട്ടാ യാത്ര എന്നല്ല എല്ലാവരും നോക്കുന്നത്. കർക്കിടകം പ്രമാണിച്ച് ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറേ കുപ്പിയും പാട്ടകളും എല്ലാം പറമ്പിൽ നിന്ന് എടുത്ത് കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. കുറേ മുറ്റം നിറയെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ബുക്സ് അലമാരയിലൊക്കെ, അതെല്ലാം കൂടെ കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ച് ആക്രിക്കടയിലേക്ക് പോയതാണ്. ദേ കണ്ടില്ലേ, കാറിൽ നിറയെ കുപ്പിയും പാട്ടയാണ്. നല്ലൊരു കാറിൽ നിറയെ കുപ്പിയും പാട്ടകളൊക്കെയാണ്. എല്ലാം കൂടി അതേ അവർ കളക്ട് ചെയ്യുകയാണ്. എന്നിട്ട് കുറേ ബുക്സും എല്ലാം ഉണ്ട്. അതെല്ലാം കൊടുത്ത് ഞങ്ങൾ ഒരു 1200 രൂപ കിട്ടി. അതെല്ലാം കൊടുത്തപ്പം അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിന്നെ എൻ്റെ അരുമ മക്കളുമായിട്ടുള്ള ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ അതിന് മുന്നേ ആ ഒരു വീഡിയോ കൂടെ കാണിച്ചെന്നേ ഉള്ളൂ. ആക്രിക്കച്ചവടം. എൻ്റെ കോഴിമക്കളാണ് ഇത്. കുറേ കോഴി ഉണ്ടായിരുന്നു, 19 കോഴിയോളം ഉണ്ടായിരുന്നു. കീരിയും എല്ലാം പിടിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പോൾ ആകെ കുറച്ചെണ്ണേ ഉള്ളൂ. അവർക്ക് തീറ്റ കൊടുക്കുന്നതാണ്. ഇവരാണ് എൻ്റെ ലോകം. ഏട്ടനൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരുമായിട്ടാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. എനിക്ക് സമയം പോകുന്നത് പണ്ട് ഇവരെ കൂടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴായിരുന്നു. ഭയങ്കര സ്നേഹമാണ് ഇവർക്ക്. നമ്മൾ ഇവരുമായിട്ട് സംസാരിക്കുമ്പം ഇവർ നമ്മുടെ കൂടെ നിന്ന് ഇങ്ങനെ ഓരോ ഒച്ചയൊക്കെ ഇടും. കുറേ പുല്ലൊക്കെ ഉണ്ട്. അത് അവർക്ക് പുല്ല് ഇഷ്ടമാണ്, ഇങ്ങനെ കൊത്തി കൊത്തി കഴിക്കാൻ. അപ്പം തൊടിയിലുള്ള പുല്ലൊക്കെ പറിച്ചു കൊണ്ടുപോയി ഇട്ട് കൊടുക്കും. ഇങ്ങനെ കണ്ടില്ലേ, ഇതാണ് ഞങ്ങളുടെ കോഴിക്കോട്. വീടിൻ്റെ പുറകു വശത്ത് ഇതിലൊരു തടിച്ചൊരു കോഴിയുണ്ട്. എന്താ ഗിരിരാജൻ കോഴിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ മുട്ട ഇടുന്ന അതിൽ 2 ഉണ്ണി ഉണ്ടാകും കേട്ടോ. അടുത്തതാണ് ഇവൻ, ഞങ്ങളുടെ പിങ്കിക്കുട്ടി. ഇവനല്ല, ഇവള്, ഞങ്ങളുടെ പിങ്കി. ഇവക്ക് റൂമിലല്ല കൂട്ടി കിടക്കുന്നത് ഇഷ്ടമേ അല്ല. ഇവക്ക് ഇങ്ങനെ ഞങ്ങളെ കൂടെ റൂമിലും അകത്തും എന്താ പറയുക സിറ്റ് ഔട്ടിലേക്ക് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും. ഇതേ കണ്ടില്ലേ, തീറ്റ തിന്നുന്ന. കൂട്ടിലിട്ട് കൊടുത്താൽ ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല തിന്നാനൊന്നും. ഇങ്ങനെ കൊലായിലിട്ട് കൊടുത്താൽ അതും ഭയങ്കരമായിട്ട് സന്തോഷമാണ്. എന്ത് സന്തോഷമാണെന്നറിയോ കൊലായിൽ വന്നിരിക്കുക എന്നുള്ളത്. ഞങ്ങളെന്നെ എവിടെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല. ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ അപ്പം അവൾ എൻ്റെ മടിയിൽ കയറും. ഇത് തന്നെയാണ് അവളുടെ ഹോബി. പിന്നെ എന്താ, ഈ ഉമ്മ വയ്ക്കലാണ് സഹിച്ചുകൂടാത്തത്. അവളുടെ സ്നേഹപ്രകടനം എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തൊക്കെ കയറിയിരുന്ന് ഉമ്മ വയ്ക്കലാണ്. നക്കി തുടയ്ക്കും അവൾ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം. പിന്നെ പാവമല്ലേ, ഭയങ്കര സ്നേഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ പിടിച്ച് മടിയിലൊക്കെ ഇരുത്തും ചില സമയത്ത്. അടുത്തിരുന്ന പോവത്തില്ല, എൻ്റെ അടുത്ത് തന്നെ ഇരിക്കും. ഞാൻ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ വന്ന് നമ്മുടെ ഡ്രസ്സിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ ഇരിക്കുകയോ ചെയ്യുക. അതാണ് അവളുടെ മെയിൻ ഹോബി. കണ്ടില്ല നക്കുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാർ ഇവരാണ്. ഇവർ ഏട്ടൻ പോകുമ്പോൾ ഏട്ടനെയൊക്കെ വിളിക്കുന്ന കാരണം ഭയങ്കര, ആരെങ്കിലും നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ഭയങ്കര വിളിയാണ്. ഏറ്റവും ഇഷ്ടം തുളസിയാണ്. തുളസി കൊണ്ടുപോയിട്ടെടുത്ത് കഴിഞ്ഞാൽ എത്ര വേഗം അത് തിന്ന് തീർക്കാമെന്നറിയില്ല. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എനിക്ക് തോന്നുന്നു തുളസിയാണെന്ന്. കോക്ടെയിലും ഉണ്ട്, ലവ് ബേർഡ്സും ഉണ്ട്. 2 ലവ് ബേർഡ്സ്, കുറേ എണ്ണം ചത്തുപോയി. 2 എങ്ങാനും കൂട് തുറന്ന് പറന്നുപോയി. ബാക്കിയുള്ളതാണ് ഇവർ. കണ്ടില്ലേ, ഞാൻ ഇവർക്ക് തുളസി കൊടുക്കും. ഇവർ അല്ലാത്ത ഈ സൂര്യകാന്തിയുടെ വിത്തില്ലേ, അതാണ് ഇവർക്ക് ഇഷ്ടം. അത് കൊടുക്കാറുണ്ട്. പിന്നെ ഇലയിൽ ഇവർക്ക് തുളസിയാണ് ഏറ്റവും ഇഷ്ടം. അത് എത്ര കൊടുത്താലും അവർ പെട്ടെന്ന് അങ്ങ് തീർത്ത് തരും. മത്സരമാണ്. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് പേടിച്ച് കുറേ പേര് അവിടെ ഇവിടെയൊക്കെ പോയിരിക്കുന്നത്. കണ്ടില്ലേ, എത്ര തുളസി കൊടുത്താലും അവർ കഴിക്കും. അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇവരാണ് എൻ്റെ ലോകം. ഇവരുമായിട്ട് സംസാരിച്ചിരിക്കുന്നത് എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ. അപ്പോൾ ഓക്കെ, ബൈ, ഇത്രയേ ഉള്ളൂ, ടാറ്റാ.